വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു കുഞ്ഞു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണേ. ഇന്ന് നമുക്കൊരു പൊതിച്ചോറ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ പയറ് മെഴുക്ക് പുരട്ടാനായിട്ട് എടുത്തിട്ടുണ്ട്. പയറ് മെഴുക്ക് പുരട്ടിക്ക് ഞാൻ കുറച്ച് കൂടുതൽ അരിഞ്ഞിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ഈ പയറ് മെഴുക്ക് പുരട്ടി അതിൽ വെച്ച് തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ശകല എണ്ണ, ഒരു 1/4 സ്പൂൺ എണ്ണയും കൂടെ നന്നായിട്ട് ഞെവിടി മിക്സ് ചെയ്തിട്ടാണ് ഈ കടുക് പൊട്ടിച്ചതിനകത്തോട്ട് അതും കൂടെ ചേർക്കുന്നത്. അപ്പോൾ ആ കടുകൊക്കെ പൊട്ടിക്കുകയാണ്. മെഴുക്ക് പുരട്ടിയിൽ കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, പിന്നെ കുറച്ച് രുചിക്ക് വേണ്ടിയിട്ട്. പിന്നെ വേറെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല. ഈ എടുക്കുന്ന ആ ഒരു എണ്ണയിൽ തന്നെയാണ് മെഴുക്ക് പുരട്ടി ഫുള്ള് വെന്ത് കിട്ടുന്നത്. അടച്ചു വെച്ചും കൂടെ വേവിക്കുമ്പോഴത്തേക്കും കറക്റ്റ് നല്ല പരുവത്തിന് കിട്ടും. ഞാൻ കുറച്ച് ലേശം ഒരു ശകലം മുളക് പൊടിയും കൂടി ഇടും കേട്ടോ. അപ്പോൾ ഒരു കളറും എല്ലാം കുഴഞ്ഞൊക്കെ വരുമ്പോൾ ഒരു ഭംഗി കാണും. നമ്മൾ മെഴുക്ക് പുരട്ടാൻ എടുക്കുന്ന പാത്രത്തിനൊരു വലിയ പങ്കുണ്ട് കേട്ടോ. അതിപ്പോൾ ഏത് കറിയല്ലോ അങ്ങനെ തന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് പ്രത്യേകിച്ച് ആ കറിയുടെ ഒരു രുചിയിലും അതിൻ്റെ ഭംഗിയിലും ഒക്കെ വലിയ പങ്കുണ്ട്. അപ്പം ഇത് മെഴുക്ക് പുരട്ടാൻ പറ്റിയ ഒരു പാത്രം തന്നെയായിരുന്നു. അത് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് കണ്ടോ, ഞാൻ അപ്പം തന്നെ അങ്ങ് അടച്ച് വെച്ച് ചെറിയ തീയിലാണ് അടച്ച് വെച്ച് വേവിക്കുന്നത്. ഇനി ഞാനിത് അതിനെ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് ഞാൻ മീനും കൂടെ പൊരിക്കാൻ വെക്കുന്നുണ്ട്. ഇന്നലെ എനിക്ക് കുറച്ച് സിലോപ്പി കിട്ടിയായിരുന്നു. അപ്പം ഞാൻ അത് എല്ലാം കണ്ടിച്ച് പൊരിക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇങ്ങ് വറുത്തെടുക്കാം. ഇപ്പം എണ്ണയ്ക്കൊക്കെ നല്ല വിലയല്ലേ. 1 കിലോയ്ക്ക് തന്നെ 500-ന് മുകളിലൊക്കെ ആവാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പം എന്താ, ഞാൻ കുറച്ച് എണ്ണയെ ഒഴിക്കുന്നുള്ളൂ. നേരത്തെയൊക്കെ ഒരുപാട് എണ്ണ ഒഴിച്ചാണ് കുക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഒന്ന് കൺട്രോൾ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ മീനും ഏകദേശം ഒരു ചെറിയ തീയിൽ തന്നെയാണ്, മീനും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ മെഴുക്ക് പുരട്ടി ഞാൻ ഒന്നും കൂടെ ഒന്ന് തട്ടിപ്പോത്തിയൊക്കെ വയ്ക്കുവാണേ. കണ്ടോ, മെഴുക്ക് പുരട്ടി ഇപ്പം തന്നെ ഏകദേശം ആ ഒരു ആവിയിൽ ഒക്കെ നല്ല ഇതായി വരുന്നുണ്ട്. ഇതൊരു ചെറിയ പൊതിച്ചോറിൻ്റെ വീഡിയോ കേട്ടോ, വലുതായിട്ടുള്ള കറികളോ ഒന്നുമില്ല. പക്ഷേ എന്തൊക്കെയായാലും ഇത്ര ചെറുതാണെങ്കിലും അതിനൊരു പ്രത്യേകത രുചിയും ഒരു മണമൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ചമ്മന്തിയുടേതൊക്കെ എടുക്കുകയാണ്. ചമ്മന്തിയും കൂടെ അരച്ച്, ചമ്മന്തിക്ക് സാധാരണ ഞാൻ തേങ്ങയൊക്കെ പിച്ചാത്തി കൊണ്ട് കൊത്തിയെടുത്ത് മിക്സിക്കകത്തിട്ട് അടിച്ചാണ് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് എടുക്കുന്നത്. പക്ഷേ ചമ്മന്തിക്ക് എനിക്ക് അത് സെറ്റ് ആവത്തില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ മിക്സിയിലാണ് ചമ്മന്തി അരയ്ക്കുന്നത്. അപ്പം അമ്മിക്കല്ലിലും അല്ല, മിക്സിയിലൊക്കെ അരയ്ക്കുമ്പോൾ അത്രത്തോളം നമുക്ക് അമ്മിക്കല്ല് അരയ്ക്കുന്ന രുചി കിട്ടത്തില്ലല്ലോ. എനിക്ക് അമ്മിക്കല്ല് അത്ര ഉപയോഗിച്ച് പരിചയമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നോക്കിയപ്പോഴത്തേക്കും മീൻ കരിയാൻ പോകുന്ന കണക്കൊരു തോന്നൽ. അങ്ങനെ അതിനെ വന്നൊന്ന് മറിച്ചൊക്കെ ഇട്ട്, നമ്മൾ ചെറിയ തീയിൽ വേവിക്കുന്ന സമയത്തെ മീൻ എപ്പോഴും എല്ലാ സൈഡും നന്നായിട്ടൊന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ എണ്ണയും കൂടെ കുറച്ചായതുകൊണ്ട് ഒന്ന് നോക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എല്ലാ സൈഡും മൊരിഞ്ഞ് കിട്ടും. പിന്നെ നമ്മുടെ ചമ്മന്തിയിലേക്ക് നമ്മുടെ ചമ്മന്തിയിലേക്കുള്ള പച്ചമുളകൊക്കെ ഇവിടെ വീട്ടിൽ പിടിച്ച തന്നെയാണ് കേട്ടോ. അങ്ങനെ എളുപ്പത്തിനൊരു ചമ്മന്തിയും കൂടെ അങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ മിക്സിയിൽ ചമ്മന്തി അരയ്ക്കുന്നെങ്കിൽ എൻ്റെ ചമ്മന്തി ഭയങ്കര ഫേമസാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ എല്ലാ കറികളും ഇഷ്ടമാണ്. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിക്സിയിൽ അരയ്ക്കുമെങ്കിൽ അവർ പറയും നല്ല ചമ്മന്തിയാണെന്ന്. അങ്ങനെ ഞാൻ ഇത്രയും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് ചമ്മന്തിയോട് വലിയ പ്രിയമില്ല. അവന് മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സാധാരണ നമ്മൾ ഈ വീട്ടിൽ എല്ലാ ദിവസവും മെഴുക്ക് പുരട്ടി കാണും. അപ്പം ഞാൻ ഇത്ര എണ്ണയൊന്നും ഒഴിക്കത്തില്ല. കുറച്ച് കടുക് പൊട്ടിക്കാനുള്ളത് മാത്രം ഒഴിച്ച് ഒന്ന് ചെറിയ തീയിൽ വെച്ച് വഴറ്റി ചെറുതായിട്ടൊന്ന് വെള്ളവും കൂടെയും, ഒരുപാട് വഴണ്ട് വന്നില്ലെങ്കിൽ അങ്ങനെയാണ് എടുക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് പുറത്തൊരാൾക്ക് കൊടുക്കുമ്പം നമ്മൾ കുറച്ച് വൃത്തിയായിട്ട് ചെയ്യണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്രയെങ്കിലും എണ്ണ ഒഴിച്ചേക്കുന്നത്.
അപ്പോൾ നമുക്ക് മുട്ടയും കൂടെ ഒന്ന് പൊരിച്ചെടുക്കാം. അതിൻ്റെ കൂട്ടും എല്ലാം അങ്ങ് പെട്ടെന്ന് ആക്കിയെടുക്കുവാണേ. വേറെ കറിയൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ മുട്ടയൊക്കെ ഞാൻ കുറച്ച് വിശാലമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 2 മുട്ട വെച്ചാണ് എടുത്തിട്ടുള്ളത്. മുട്ട തിരിച്ചിടാൻ നേരത്ത് എനിക്ക് പണി പാളിപ്പോകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. പിന്നെ എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഇലയാണ് കേട്ടോ. ഞങ്ങൾക്കിവിടെ സ്ഥിരമായിട്ടുള്ള മഴ കാരണം തുമ്പലയൊന്നും കിട്ടാനില്ല, എല്ലാം കീറി പോയിരിക്കുക. അവസാനം ഞങ്ങൾക്കിവിടെ ഉള്ളത് റോബസ്റ്റേ വാഴയാണ്. അപ്പോൾ നല്ല വീതിയുള്ള ഇലയാണ്. അപ്പോൾ അതിൻ്റെ നടുക്കഷ്ണമാണ്, വേറെ തുമ്പല ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ അതും മുറിച്ചെടുത്ത് നമ്മൾ നന്നായിട്ടങ്ങ് വാട്ടിയെടുത്തില്ല. നല്ല ചൂട് ചോറാണ് കേട്ടോ ഇന്ന്. പെട്ടെന്ന് കൊടുക്കാനായിട്ട്. അത് മാത്രമല്ല ഇന്ന് ഹസ്ബൻഡിന് നേരത്തെ ഓഫീസിൽ പോകേണ്ട ദിവസം കൂടിയായിരുന്നു. അപ്പോൾ മോൻ സ്കൂളിൽ പോയിട്ട് 2:30 മണിയാകുമ്പോൾ വരും. അവനും എനിക്കുമുള്ള പൊതി ഞങ്ങൾ ഇവിടെ തന്നെ പൊതിഞ്ഞ് വെക്കുക. ഹസ്ബൻഡിനും പിന്നെ കൊടുക്കാനുള്ള പൊതി മാത്രം ഒന്ന് വൃത്തിയായിട്ടൊക്കെ പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെളിയിലേക്ക് കൊടുക്കാനുള്ള പൊതിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചോറ് അതിനകത്ത് ഇട്ടേക്കുന്നത്. നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നിറവോടെ കൊടുക്കണ്ടേ. നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് ചെയ്യുക. പക്ഷേ എത്രയൊക്കെയായാലും ഇത്തിരി കറികളൊക്കെ ഉള്ളെങ്കിലും ഈ പൊതിച്ചോറ് കഴിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഈ വീഡിയോയുടെ വോയിസ് ഞാൻ ചെയ്യുന്നത് പൊതിച്ചോറ് കഴിച്ചതിന് ശേഷം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്. നമ്മളെന്നും കഴിക്കുന്നതിനേക്കാൾ എന്ത് രസമാണ്. നമ്മളെ കൊച്ചിലത്തെ സ്കൂളൊക്കെ നമുക്ക് ഓർമ്മ വരും എപ്പോഴും. പിന്നെ ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള കാര്യം പൊതിച്ചോറ് കെട്ടുക എന്നുള്ളതാണ്. എനിക്ക് തീരെ വശമില്ലാത്തൊരു കാര്യമാണ് പൊതിച്ചോറ് കെട്ടുന്നത്. ഇല നന്നായിട്ട് വാട്ടിയെടുത്തതുകൊണ്ട് ഇല പൊട്ടിയിട്ടില്ല. അത്യാവശ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒപ്പിച്ച്. ഇത് ഞാൻ മോന് വേണ്ടിയിട്ടുള്ള ചോറാണേ. ഇതിലൊക്കെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതായത് അവന് ചമ്മന്തി കുറച്ച് മതി. ചമ്മന്തി എത്രത്തോളം കുറച്ച് വെക്കാമോ അത്രത്തോളേ വെക്കാവേ എന്ന് രാവിലെ പറഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് കുറച്ച് ചമ്മന്തി വെച്ചിട്ടുള്ളൂ. പിന്നെ മെഴുക്ക് പുരട്ടി, അതിലൊരു കോംപ്രമൈസും ഇല്ല. നന്നായിട്ട് അവൻ വെക്കുകയും വേണം, അവൻ കഴിക്കുകയും ചെയ്യും. അവനിഷ്ടമാണ്. നമ്മുടെ ചോറ് പൊതിയിലൊരു രാജാവാണില്ലേ ഈ ചമ്മന്തിയും മുട്ടയെന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ കുറച്ച് അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി. ആ ഇല വാട്ടിയ മണവും കൂടെ ആകുമ്പോഴത്തേക്ക് സെറ്റ്. ഇതങ്ങനെ മോനുള്ള ചോറ് പൊതിയായേ. അവൻ കുറച്ചൊരു മീൻ കൊതിയാണ്. അതുകൊണ്ട് ഞാൻ അവനൊന്നും കൂടെയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ആളുടെ പൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള പൊതിയാണ്. മോൻ്റെ ചോറ് പൊതി ഞാൻ വലുതായിട്ടൊന്നും അങ്ങ് കെട്ടുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഉച്ചയ്ക്ക് വന്ന് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി വെക്കുന്നതേ ഉള്ളൂ. നമുക്ക് റബ്ബറൊക്കെ ഇട്ട് ഭയങ്കര സൗന്ദര്യമൊന്നും വേണ്ട ആ പൊതിക്ക്. എനിക്കും അവനും ഉള്ളത്. അത് കഴിഞ്ഞുള്ള ചോറ് പൊതി ചേട്ടൻ്റെതാണ്. അത് ഓഫീസിൽ കൊണ്ടുപോകാനുള്ളത്. അപ്പം അതിനകത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒരുപാടൊന്നും വയ്ക്കരുതേ എന്ന് മുന്നേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ വെച്ച് കൂടിപ്പോവും. പിന്നെ ചമ്മന്തിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. ചമ്മന്തി എത്ര വേണമെങ്കിലും വെച്ചോ. ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തിയൊക്കെ. അച്ചാറിനോടും വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും ചോറ് പൊതിയല്ലേ, അതുകൊണ്ട് ഞാൻ അച്ചാർ വെക്കുന്നുണ്ട്. പിന്നെ ഈ പൊതി കെട്ടുന്നതും വലിയൊരു ടാസ്ക്കാണ്. കാരണം ഓഫീസിലൊക്കെ കൊണ്ടിരുന്ന് കഴിക്കുന്നില്ലേ. അപ്പം നമ്മൾ നല്ല വൃത്തിയായിട്ടൊക്കെ പൊതിഞ്ഞ് വെക്കണ്ടേ. എന്നെ കൊണ്ടാവുന്ന കണക്ക് ഞാൻ അതും ചെയ്തിട്ടുണ്ടേ. അങ്ങനെ ഇന്നത്തെ നല്ലൊരു പൊതിച്ചോറ് വീഡിയോ കഴിഞ്ഞു. മോൻ സ്കൂളിൽ നിന്ന് വന്ന് അവൻ കഴിക്കുകയാണ്. അവൻ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബായ്.